അവൻ നോക്കണം, ജെറ്റി വന്ന് വീട്ടിൽ പല കാര്യങ്ങളാൽ അവൻ തളർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽപ്പെടുമാറാകട്ടെ. ഞങ്ങൾ തേനി ദേശത്തെ കർത്താവിൻ്റെ വേലയുമായി കടന്നു വന്നപ്പോൾ ഒരു ഉൾഗ്രാമത്ത് വളരെ ഫലപ്രദമായ ഒരു മുന്തിരിത്തോട്ടം ഞങ്ങൾ കാണുവാനിടയായി. നോക്കണം, ആ മുന്തിരിത്തോട്ടം കണ്ടപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനപ്രകാരം മുന്തിരിവള്ളിക്ക് കൊമ്പിനോട് വസിച്ചിട്ടല്ലാതെ നിലനിൽപ്പില്ല. എത്ര ഫലപ്രദമായ പന്തലിച്ച് നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടമാണ്. പക്ഷെ എന്നാലും ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം പുറപ്പെടണമെങ്കിൽ, ഈ മുന്തിരിത്തോട്ടം നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഇതുപോലത്തെ ഉറപ്പുള്ള നല്ല കൊമ്പുകൾ വേണം. ഇവിടെ നല്ല കല്ല് വെട്ടി അതിനെയാണ് ഇവിടെ തൂണായി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെ നല്ല ഉറപ്പുള്ള കമ്പികളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേലെയല്ലാതെ ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഇതിൽ നിന്ന് ഇതുപോലത്തെ ഫലങ്ങളൊന്നും കാണുവാൻ കഴിയുകയില്ല. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ഫലങ്ങൾ വന്നാലും കർത്താവിനോട് നാം പറ്റിപ്പിടിച്ചിട്ടല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. ഈ ഒരു വേര് എങ്ങനെയാണ് ഇത്രയ്ക്കും വലിയൊരു പന്തലിനെ താങ്ങി നിർത്തുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ താങ്ങുവാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരാറുണ്ട്. പക്ഷെ എന്നിട്ടും ആ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ എങ്ങനെയാണ് നമ്മൾ താങ്ങുന്നത്? ഇതുപോലെ ഉറപ്പില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നല്ല ഉറപ്പോടെ, നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള കാരണം എന്താണെന്നറിയുമോ? നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു നല്ല കൊമ്പുള്ളത് കൊണ്ടാണ്. കർത്താവ് നമുക്ക് കൊമ്പായിരിക്കുന്നത് കൊണ്ട്, നാം അവനിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബലനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ശക്തിയുണ്ട്. ആ ശക്തിയും ബലവും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായി നിനക്കൊരു ഫലം ഉണ്ടാകും. ഇന്ന് ഇത്രയ്ക്കും ഫലം ഇതിൽ നിന്ന് കായ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഉറപ്പുള്ള ഒരു കൊമ്പുള്ളത് കൊണ്ടാണ്. നീ ഇന്ന് ഉറപ്പുള്ള കൊമ്പിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? ഫലമില്ലാത്ത നിന്റെ ജീവിതത്തിൽ, കടഭാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ നോക്കണം, ജെറ്റി വന്ന് വീട്ടിൽ പല കാര്യങ്ങളാൽ തളർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ, രോഗാവസ്ഥയിൽ കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നീ ഒരു കൊമ്പായി വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി വരണ്ട് കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതുപോലെ നല്ല പന്തലിച്ച നല്ല ഒരു അനുഗ്രഹത്തെ നീ കാണുവാൻ ദൈവം ഇടയാക്കും. ഇത് വെറുതെ പറയുകയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഈ നല്ല മനോഹരമായ ഫലത്തെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു തോന്നലുണ്ടാകും, എൻ്റെ ജീവിതത്തിലും ഈ ഒരു ഫലം വന്നാലോ എന്ന്. നിന്റെ ജീവിതത്തിലും ഈ ഫലം വരുവാൻ ഒരു തടസ്സമില്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ നീ വസിക്കുവാനിടയാകണം. അങ്ങനെ വസിച്ചാൽ നിശ്ചയമായി പറയും, നിന്റെ ഫലത്തെ കണ്ട് നിന്റെ ദേശത്ത്, നിന്റെ സമൂഹത്ത്, നിന്റെ ബന്ധുക്കാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ പലവരും നിന്നെ കണ്ട് ആശ്ചര്യപ്പെടുമാറാക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി നിന്നിൽ ദൈവം കാണിച്ചു തരും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണോ? ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു കൊമ്പായില്ലെങ്കിൽ ഉടനെ പോയി നീ അവനിൽ വസിക്കുവാൻ തുടങ്ങുക. എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ നീ കാണുവാനിടയാകും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നിങ്ങളേവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.